അമ്മ എന്താ ഡോക്ടറുടെ മുന്നിലെത്തിയപ്പോ കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞേ? സത്യേട്ടൻ എന്നെ അമ്മയുടെ കൂടെ അയച്ചത് ഇതിനല്ലല്ലോ. എടീ, അവൻ എന്തറിയാം? ഒരു കുഞ്ഞിന്റെ അച്ഛനാവാനുള്ള പക്വതയൊന്നും അവനായിട്ടില്ല. നിങ്ങൾ 1-2 വർഷമെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് ജീവിക്കേ, എന്നിട്ട് മതി കുഞ്ഞുങ്ങളൊക്കെ. അവളുടെ ഒരു നിനക്ക് ഇപ്പൊ തന്നെ ഏതാണ്ട് അവന്റെ പ്രായം തന്നെ ഉണ്ട്. നീ ഇനിയൊന്ന് പ്രസവിക്കൂടി ചെയ്താ നീ തടിച്ച് അച്ചുമലിച്ചെ പോലെയാവും. പിന്നെ അവനെയും നിന്നെയും കണ്ട അമ്മയും മോനെയും പോലെ ഇരിക്കും. സത്യനെ നിനക്കറിയാലോ, കനകരാജൻ മുതലാളിയുടെയും സച്ചി സാറിന്റെയും പെൺമക്കള് പ്രേമിച്ച് ഇറക്കനാ. എടി, ഇപ്പോഴും അവനൊന്ന് വിരല് ഞൊടിച്ച അവരിൽ ആരെങ്കിലും ഒക്കെ അവന്റെ കൂടെ പോരും. നിനക്ക് അവന്റെ കൊച്ചുങ്ങളെ നോക്കി വീട്ടിലിരുന്നാ മതിയെങ്കിൽ അങ്ങനെ ആയിക്കോ, എനിക്കൊന്നുമില്ല. സത്യേട്ടൻ ഒരിക്കലും എന്നെ ഉപേക്ഷിച്ച് വേറെ ഒരുത്തിയുടെ കൂടെ പോയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടമ്മ. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കണമെന്ന് സത്യേട്ടനെ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവൻ ആഗ്രഹിക്കും, എന്നാലല്ലേ നിന്നെ അവനൊരു മൂലയ്ക്ക് ഒതുക്കാൻ പറ്റൂ. ഇതേ പ്രതിഭേ, ഞാൻ നിന്റെ നന്മയ്ക്കാ പറയുന്നേ. നിന്റെ സമയം ഇപ്പൊ തീരെ ശരിയല്ല. നിനക്ക് വിശേഷമുണ്ടെന്നൊരു സൂചന കിട്ടിയപ്പോ തന്നെ ഞാൻ പോയി ഒരു ജ്യോത്സ്യനെ കണ്ടിരുന്നു. നമ്മുടെ കുടുംബത്തിലിപ്പോ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗമില്ലെന്നാ ജ്യോത്സ്യർ പറഞ്ഞത്. അഥവാ ഇനി ജനിക്കുകയാണെങ്കിൽ അതൊരു ചാപ്പിള്ളയായിരിക്കും അത്രേ. അല്ല, ആ ജ്യോത്സ്യർ പറഞ്ഞാൽ അച്ചിട്ടാ. എന്തിനാ വെറുതെ ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നത്? ദേ, അവസാനം ഒരു ചാപ്പിള്ളയെ പ്രസവിച്ച സത്യം പോലും നിന്നെയായിരിക്കും പഴിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പേ അമ്മയ്ക്ക് സത്യേട്ടനോട് പറയായിരുന്നില്ലേ? എടി, അവനൊരു ചൂടനാ. ഇതൊന്നും പറഞ്ഞാൽ അവൻ വിശ്വസിക്കില്ല. കഷ്ടവും നഷ്ടവും മുഴുവൻ അനുഭവിക്കേണ്ടത് നീ ആയിരിക്കും. അതുകൊണ്ട് നീ അവനെ പറഞ്ഞു മനസ്സിലാക്കി നാളെ തന്നെ ഡോക്ടറെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇല്ലമ്മേ, കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ സത്യേട്ടനോട് പറയില്ല. സത്യേട്ടൻ അത് സമ്മതിക്കുകയില്ല. സമ്മതിച്ചില്ലെങ്കിൽ നീ അനുഭവിച്ചോ, എനിക്കെന്താ. പക്ഷേ ചാപ്പിള്ളയും ചുമന്ന് നീ എന്റെ വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിക്കണ്ട. മര്യാദയ്ക്ക് നിനക്കവിടെ ജീവിച്ചു പോണമെന്നുണ്ടെങ്കിൽ നീ തന്നെ മനസ്സ് വെച്ച് ഇതില്ലാതാക്കിക്കോ. 1-2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവാതിരിക്കില്ലല്ലോ. എടി, ജനിക്കുന്നെങ്കിൽ നല്ല സമയത്ത് നല്ല ഐശ്വര്യമുള്ള കുഞ്ഞു തന്നെ ജനിക്കണം പ്രതിഭേ. കാലദോഷത്തിന് മുള പൊട്ടുന്നതേ കുലം മുടിക്കും. നിന്റെ വയറ്റിലിപ്പം മുള പൊട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ജന്മോ. ആ ഡോക്ടർ മരുന്ന് തന്നിരുന്നെങ്കിൽ സത്യനറിയാതെ ഞാൻ നിന്നെ കൊണ്ട് തന്നെ ഇതില്ലാതാക്കിയനെ. ഇനിയിപ്പൊ എല്ലാം നിന്റെ കയ്യില. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. അതെ, നീ കുറച്ചു സമയം ഇവിടെ എവിടെയെങ്കിലും ഇരുന്നൊന്ന് ആലോചിക്കേ. ഞാൻ അപ്പോഴേക്കും ഹർഷയൊന്ന് കണ്ടിട്ട് വരാം.